എന്താ പറ്റിയേ? 2 hours later. എടി മക്കളെ, എന്തായി? അച്ഛൻ വിളിച്ചായിരുന്നോ? ഏയ് ഇല്ല അമ്മമ്മേ, അച്ഛൻ വിളിച്ചിട്ടില്ല. എന്തായോ എന്തോ. നേരത്തെ വിളിച്ചപ്പം കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. എന്നാലും എന്റെ കിടുവേ, നീ എന്തൊരു പണിയായി കാണിച്ചേ? അങ്ങനെ നല്ലോണം ചോദിക്കാം അമ്മമ്മേ. ഈ ഇടയായിട്ടേ കിടുവിന് ലേസം കൂടുന്നുണ്ട്. അതന്നെ, ആദ്യം കിടു ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഇവന് ശരിക്കും എന്താ പറ്റിയേ? അല്ല കിടുവേ, ഇങ്ങനെയൊക്കെയാണോ നല്ല കുട്ടികൾ ചെയ്യുന്നേ? ഇനിയിപ്പോ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ചെറിയ കുഞ്ഞല്ലേ, അറിയാണ്ട് പറ്റിയതായിരിക്കും. അത് കരുതി നിങ്ങൾ ഇങ്ങനെ ചീത്ത വെച്ചോണ്ടിരുന്നല്ലേ അവന് വേദനിക്കത്തില്ലയോ? എന്നാണോ നീ പറയുന്നേ? ചെറുപ്പത്തില് ഇതുപോലത്തെ കുരുത്തക്കേട് ഞാനാണ് ചെയ്യണമെങ്കിൽ എന്നെ മിക്കവാറും കാലം വരെ നിലത്തടിച്ചേനെ. ഇവനായതുകൊണ്ടല്ലേ ആരൊന്നും പറയാത്തെ. അതാ അവൻ ആരും പേടിയില്ലാത്തെ. അത് ഓരോന്ന് ഒപ്പിച്ചു കൂട്ടുന്നേ. കണ്ടോ, പാവണ്ടടി. എല്ലാരും പാടി അവനങ്ങനെ ഒറ്റപ്പെടുത്തല്ലേ. പാവം കുഞ്ഞ് അറിയാതെ ചെയ്തതല്ലേ. ഇനി എന്റെ കിടു അങ്ങനൊന്നും ചെയ്യത്തില്ല, അല്ലേ മക്കളെ? കിടുവേ, അങ്ങനൊന്നുമില്ല. അങ്ങനെയൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചിമാർക്ക് നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരും കിടുവേ, അതൊക്കെ നിന്റെ തോന്നലാടാ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ആരും. കരയില്ല പൊന്നെ. ഇനി ചേച്ചിന്റെ കിടു ഇങ്ങനത്തെ കുരുത്തക്കേട് ഒന്നും ഒപ്പിക്കരുതേ. എന്നാ കണ്ണു തുടച്ചേ. കരയല്ലേ, കരയല്ലേ കരയല്ലേ. ചേച്ചി അച്ഛനാളാ ഇവനെ ലാളിച്ച് ലാളിച്ച് വശമാക്കുന്നേ. വെറുതെ ഇല്ല ഇവനിങ്ങനെ കുരുത്തക്കേട് ഒപ്പിച്ചേക്കുന്നേ. ഓ, ഒരു കുഞ്ഞേച്ചിയമ്മ വന്നിക്കണേ. പണ്ട് നീയേ ഇവന്റെ കാട്ട് ഡബിൾ ആയിരുന്നു. അന്നേരം ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഇത്രത്തോളം കുരുത്തക്കേട് നിനക്കുണ്ടാവില്ലായിരുന്നു. ആ തന്നെ, എനിക്കിങ്ങനത്തെ കുരുത്തക്കേടൊന്നുമില്ലായിരുന്നു. അമ്മ പറയായിരുന്നല്ലോ ഞാൻ സൈലന്റ് ആണെന്ന്. സൈലന്റോ? ആര്? നീയോ? നീയേ സൈലന്റ് അല്ല, സൈലന്റ് കില്ലർ ആയിരുന്നു. ചേച്ചിയെ എന്ത് ചേച്ചിന്ന്? അവനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കേട്ടില്ലേ? അവനെ നീ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഈ ഓർ അമ്മായി സമയുന്നേ? അതെന്നെ തമ്പുരോ, അവൻ പറഞ്ഞില്ലേ ഇനി അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന്. പിന്നെ എന്തിനാ ആ ചെറുക്കൻ ഇങ്ങനെ കുത്തി തോന്നിക്കുന്നേ? ഒന്നും അല്ലെങ്കിലും പൊടി കുഞ്ഞല്ലേ, ഇത്തിരി പോന്ന വിവരല്ലേ ഉണ്ടാവുള്ളൂ. അറിയാണ്ട് ചെയ്തെന്ന് വിചാരിച്ചേ ഇങ്ങനെ എല്ലാരും പാടി കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അമ്മമ്മേ, അതല്ല. ദേ, ഇനി ഒരു അക്ഷരം മിണ്ടണ്ട. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാച്ചാ മതി. അല്ലേലും കണ്ടിന്യാ നല്ലത് പറഞ്ഞ ആർക്കും പറ്റത്തില്ല. അല്ലേലും ചേച്ചി മാത്രമല്ലല്ലോ അവന്റെ ചേച്ചി, ഞാനും അവന്റെ ചേച്ചിയല്ലേ. അപ്പൊ അവനെ നല്ലതും ചെയ്തത് പറഞ്ഞു കൊടുക്കണ്ടേ എന്റെ കടമയല്ലേ? നീ ഇപ്പൊ തൽക്കാലേ നിന്റെ കടമ ചെയ്യണ്ട. നിന്റെ കടമ ചെയ്യുന്തോറേ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടിന്നിരിക്കും. അതുകൊണ്ടേ കുറച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്ക്. കിടുവേ, കരയണ്ട കേട്ടോ. ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുതേ. പാവം കൊച്ച്, ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ലല്ലോ. അതെ നന്ദിനി, ഒരു നിമിഷം കൊണ്ട് ഞാൻ അങ്ങ് പതറിപ്പോയി. എന്നാലും കിടു ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ നന്ദിനി, ഞാനും. അവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടേട്ടാ. അതാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. സത്യത്തില് എനിക്ക് വന്ന ദേഷ്യത്തിനെ അവനവിടെ ഇല്ലാതെ പോയത് നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചേനെ ഉറപ്പായിട്ടും. വീട് നന്ദിനി, കുഞ്ഞല്ലേ, അവനെ അറിഞ്ഞോണ്ട് ചെയ്തതായിരിക്കില്ലെന്നേ. ഇങ്ങനെ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞോണ്ടാ അവനിങ്ങനെ തലേ കയറുന്നേ. ഇന്നെന്തായാലും വീട്ടിൽ പോയിട്ട് അവനെ ശരിയാക്കും, നോക്കിക്കോളെ. അതൊന്നും വേണ്ട നന്ദിനി, അതൊക്കെ അമ്മ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊള്ളാം. വിട്ടേക്ക് നന്ദിനി, വീട്ടിൽ പോയിട്ടെ സാവധാനം അവനോട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവൻ ശരിക്കും ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. ചിലപ്പം കുഞ്ഞു വന്നതിന് ശേഷം നമ്മളെല്ലാരും അവനെ കാര്യാക്കാതെ കുഞ്ഞിനെ മാത്രം കാര്യാക്കണ ദേഷ്യം കൊണ്ടായിരിക്കാം. എന്തായാലും അവനോട് ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഒന്ന് ഞാൻ ഉറപ്പിച്ച് ഇനിയും